വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശി 4 പേർക്ക് പൊതുജീവനേകും. ഹൃദയം കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചു. ഹൃദയം, വൃക്ക, കരൾ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. കരളും വൃക്കയും റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് എത്തിച്ചു. അജി കുഞ്ഞുമോൻ, അജീഷ് ജയകുമാർ, ഒപ്പം തന്നെ ലാൽകൃഷ്ണ വിവരങ്ങളുമായുണ്ട്. ആദ്യം അജീഷ് ജയകുമാറിലേക്കാണ്. അജീഷ്, ഈ അവിടെ ചികിത്സയിൽ, കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ യുവാവ്. അവിടെ തന്നെ ചില അവയവങ്ങൾ ദാനം ചെയ്യുമെന്നൊക്കെ അറിയുന്നുണ്ട്. ഏതായാലും എങ്ങനെയാണ് ഇനി അടുത്ത നടപടികൾ? അനുജ, 28-ാം തീയതിയായിരുന്നു ഈ അർജുന് അപകടം സംഭവിച്ചത്. ശ്രീകണ്ഠാപുരത്തെ വളക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ബൈക്കും വാനും കൂട്ടിയിടിച്ചായിരുന്നു ഈ അപകടമുണ്ടായത്. അതിനുശേഷം ഗുരുതരമായ അവസ്ഥയിൽ അദ്ദേഹം ഈ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെയായിരുന്നു മസ്തിഷ്ക മരണം സംഭവിച്ചത്. പക്ഷേ ഈ മരണത്തിൻ്റെ വേദനയിൽ പോലും അവരുടെ മാതാപിതാക്കൾ അർജുൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് 4 പേർക്ക് അർജുൻ്റെ അവയവങ്ങളിലൂടെ പുതുജീവൻ കിട്ടുന്നതും. ഇന്നലെ രാത്രി തന്നെ അതിൻ്റെ പരിശോധനകളൊക്കെ തന്നെ ആസ്റ്റർ മിംസിൽ പൂർത്തിയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ശസ്ത്രക്രിയ നടത്തി അവയവങ്ങൾ പുറത്തെടുത്തത്. ആദ്യം ഹൃദയമായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇവിടുന്ന് കൂടുതൽ ദൂരം പോകേണ്ടിയിരുന്നത്. അത് ഈ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിന്നും കണ്ണൂരിലെ DSC സെൻറ്ററിൽ എത്തിച്ച് അവിടുത്തെ ഹെലിപ്പാഡിൽ നിന്നാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയത്. രണ്ടാമത്തേത് ഒരു കരളും ഒരു വൃക്കയുമായിരുന്നു. ആ കരൾ ഈ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും ഒപ്പം തന്നെ വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. ഇത് ഈ രണ്ടും ആംബുലൻസിൽ റോഡ് മാർഗമായിരുന്നു എത്തിച്ചത്. പോലീസിൻ്റെ അകമ്പടിയോടെയായിരുന്നു ഈ ആംബുലൻസുകൾ കൊണ്ടുപോയത്. അതിനുശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഉച്ചയ്ക്ക് 2:30-ക്കാണ് വീട്ടിൽ ഈ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.